സ്വഹാബികളിൽ വളരെ പ്രസിദ്ധനായ ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ വാഇൽ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുകയാണ് ഗദൗനാ അലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, എന്തേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരാതിരുന്നത്? ആളുകൾ പറഞ്ഞു, വഹുവ മരീദുൻ, അദ്ദേഹം രോഗിയാണ്, വീട്ടിൽ വിശ്രമിക്കുകയാണ്, രോഗമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയാണ്, വീട്ടിൽ വിശ്രമിക്കുകയാണ്. അതറിഞ്ഞപ്പോൾ ഗദൗനാ അലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഫസല്ലംനാ ബിൽ ബാബ്, ഞങ്ങൾ വാതിൽക്കൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ അങ്ങേക്കു സലാം എന്ന് ഞങ്ങൾ വാതിൽക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഫഅദിന ലനാ, ഞങ്ങളോട് പറഞ്ഞു അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു, ഞങ്ങളോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. പക്ഷേ ഫലബിസ്നാ ബിൽ ബാബി ഹനിയാ, ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് വീട്ടിലേക്ക് കയറിപ്പോയില്ല, ഒരൽപ്പനേരം വാതിൽക്കൽ തന്നെ കാത്തുനിന്നു. എന്തിനു വേണ്ടി എന്ന് പിന്നീട് പറയുന്നുണ്ട്. ഒരൽപ്പനേരം ഞങ്ങൾ വാതിൽക്കൽ കാത്തുനിന്നു. ഫഖറജത്തിൽ ജാരിയ, ആ വീട്ടിലുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, അലാ തദ്ഖുലൂ, എന്റെ വീട്ടിലേക്ക് കയറി വരാത്തത്? വഖദ് അദിന ലക്കും, എന്റെ വാപ്പ നിങ്ങൾക്ക് സമ്മതം തന്നല്ലോ, എന്നിട്ട് എന്തേ നിങ്ങൾ വീട്ടിലേക്ക് കയറാത്തത്? അപ്പോൾ ഞങ്ങൾ ഫദഖൽന, ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫഇദാ ഹുവ ജാലിസുൻ യുസബ്ബിഹ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയാണെങ്കിലും കട്ടിലിൽ ഇരുന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞങ്ങളോട് ആദ്യം ചോദിച്ചത്, മാ മനാകും അൻ തദ്ഖുലൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീട്ടിലേക്ക് കടന്നു വരാൻ പറഞ്ഞിട്ടും എന്തിനെ വാതിൽക്കൽ കാത്തുനിന്നത്? ഞാൻ നിങ്ങൾ വന്നപ്പോഴേ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞല്ലോ, പിന്നെന്തേ നിങ്ങൾ വാതിൽക്കൽ കാത്തുനിന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് ചോദിച്ചു. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് തങ്ങളെ, ظننا أن بعض أهل البيت نائم, ഞങ്ങൾ വിചാരിച്ചു മദീന പള്ളിയിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതല്ലേ ഉള്ളൂ, മദീന പള്ളിയിലെ സുബ്ഹി നിസ്കാരം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നതാണ്, സൂര്യൻ ഉദിച്ചിട്ടില്ല, നേരം വെളുത്തിട്ടില്ല, സുബ്ഹി നിസ്കരിക്കാൻ ഇനിയും ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെൺമക്കളോ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിലോ, ഞങ്ങൾ കയറി വരുന്ന ഹാളിലോ ഞങ്ങൾ കയറി വരുന്ന റൂമിലോ നിങ്ങളുടെ പെൺമക്കളോ നിങ്ങളുടെ ഭാര്യയോ കിടന്നുറങ്ങുകയാണെങ്കിൽ പുരുഷന്മാരായ ഞങ്ങൾ ആ പെണ്ണുങ്ങളെ കാണേണ്ടി വരുമല്ലോ, അത് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരല്പനേരം അവിടെ കാത്തുനിന്നത്. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വാടി. ഈ മറുപടി കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വാടി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു മറുപടിയാണ് ലോക സമക്ഷം ഞാൻ സമർപ്പിക്കുന്നു, ഉമ്മത്ത് മുഹമ്മദിന്റെ സമക്ഷം മഹാന്മാരായ ഇമാമിങ്ങൾ സമർപ്പിച്ചു പോയ ഒരു മറുപടിയാണത്. എന്താണ് പറഞ്ഞത്? അലനൻതും ബിആലി ഇബ്നി ഉമ്മി അബ്ദിൻ ഗഫലാ, സ്വഹാബ ഇബ്നു മസ്ഊദിനെ കുറിച്ച് നിങ്ങൾ എന്തേ വിചാരിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കുറിച്ച് നിങ്ങൾ എന്തേ വിചാരിച്ചത്? അലനൻതും ബിആലി ഇബ്നി ഉമ്മി അബ്ദിൻ ഗഫലാ, എന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ അശ്രദ്ധനാണ്, ഇബ്നു മസ്ഊദിന്റെ കുടുംബം അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് കരുതിയോ? എന്നാൽ ഞാൻ അങ്ങനെ ഒരു വാപ്പയല്ല. ഞാൻ സുബ്ഹിക്ക് എണീക്കുക, എന്റെ ഭാര്യ അടുത്ത് കിടന്നുറങ്ങുക, എന്റെ മക്കളടുത്ത് കിടന്നുറങ്ങുക, അവരെ ആരെയും വിളിക്കാതെ ഞാനിങ്ങനെ വീട്ടിൽ ഉണർന്നെണീക്കുക, അങ്ങനെ
അങ്ങനത്തെ വീടാണ് എന്റെ വീട് എന്ന് നിങ്ങളാരെങ്കിലും വിചാരിച്ചോ? എന്നാൽ ഇബ്നു മസ്ഊദിന്റെ വീട് അങ്ങനെയല്ല. ഇത് ഉത്തരവാദിത്തമുള്ള വാപ്പയുടെ വീടാണ്. ഇത് ഉത്തരവാദിത്തമുള്ള വാപ്പയാണ് ഇബ്നു മസ്ഊദ്. അതാണ് ഒരു വാപ്പയുടെ ചങ്കൂറ്റമുള്ള മറുപടി. നിങ്ങൾ കരുതിയോ ഞാൻ സുബ്ഹിക്ക് എണീക്കും, എന്റെ ഭാര്യ കിടന്നുറങ്ങും, എന്റെ മക്കള് കിടന്നുറങ്ങും, അവരെ ആരെയും ഞാൻ വിളിക്കൂല, ഞാൻ മാത്രം പള്ളിയിൽ പോയി നിസ്കരിക്കും? അങ്ങനത്തെ വീടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി സ്വഹാബ. അതല്ല എന്റെ വീട്. എന്റെ വീട്ടിൽ സുബ്ഹി ബാങ്ക് കൊടുത്താൽ വാപ്പയായ ഞാൻ ഉണർന്നാൽ പിന്നെ ഞാൻ എന്റെ ഭാര്യയെ വിളിക്കും, എന്റെ പെൺമക്കളെ വിളിക്കും, എന്റെ വീട്ടുകാരെ വിളിക്കും. എല്ലാവരും ഉണർന്നതിന് ശേഷം മാത്രമേ ഞാൻ നിസ്കരിക്കാൻ വരാറുള്ളൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉത്തരവാദിത്തമുള്ള വാപ്പയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു.